നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ മാനസിക വികാരമാണ് വോട്ടായി പരിണമിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. CPM-ന് കുറഞ്ഞ വോട്ടുകൾ എവിടെ പോയെന്ന് ഉത്തരം പറയണമെന്നും തിരുവഞ്ചൂർ. ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. നാടെങ്ങും വൃക്ഷത്തൈ നടീൽ. വ്യത്യസ്ത രീതിയിൽ വൃക്ഷത്തൈ നട്ട് ജില്ലാ പോലീസ്. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ ബൈക്ക് ബസ്സിലിടിച്ച് അപകടം. 18-കാരൻ മരിച്ചു. അപകട കാരണം ബൈക്കിന്റെ അമിതവേഗം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ മാനസിക വികാരമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നിയുക്ത MP ഫ്രാൻസിസ് ജോർജ്, മാണി സി കാപ്പൻ MLA എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ജനങ്ങളുടെ മാനസിക വികാരമാണ് വോട്ടായി പരിണമിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സംസ്ഥാന സർക്കാരിനോട് ഇഷ്ടമില്ലാത്തവർ നിശബ്ദമായി UDF-ന് വോട്ട് ചെയ്തു. 2019 VN വാസവന് കിട്ടിയ വോട്ട് തോമസ് ചാഴികാടന് ലഭിച്ചില്ല. അതിന് അവർ ഉത്തരം പറയണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കയ്യിലിരുന്നതും പോയി കൊട്ടയിലുള്ളതും പോയി എന്നതുപോലെയാണ് CPM-ന്റെ അവസ്ഥയെന്നും തിരുവഞ്ചൂർ പരിഹസിച്ചു. അവരുടെ കയ്യിലിരുന്നതും പോയി കൊട്ട കിടന്നതും പോയി, രണ്ടും കൂടെ പോയല്ലോ. അവരുടെ കണക്ക് വലിയ വമ്പിച്ച കണക്കൊക്കെ ആയിരുന്നു. പക്ഷേ ആ കണക്കൊന്നും ഫലത്തിൽ വന്നില്ല, ഒളിഞ്ഞുപോയി. CPM-ന് കുറഞ്ഞ വോട്ടുകൾ എവിടെ പോയെന്ന് അവർ പറയണം. നോട്ടാ വോട്ടുകൾ ഗവൺമെന്റിനോടുള്ള എതിർപ്പാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശൂരിലെന്ന് BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ചുമതല വഹിച്ചിരുന്ന രാധാകൃഷ്ണ മേനോൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരള സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം NDA കേന്ദ്രീകൃതമായി മാറുന്നതിൻ്റെ തുടക്കമാണ് തൃശ്ശൂരിലെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. കാരണം ഇതിനു മുമ്പും NDAക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു PC തോമസിലൂടെ. പക്ഷെ രാഷ്ട്രീയം മാറ്റാൻ സാധിച്ചില്ല. കാരണം മോഡി ഭരണത്തിൻ്റെ തുടർച്ചയിൽ ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ വിജയം തീർച്ചയായും കേരള രാഷ്ട്രീയം സമ്പൂർണ്ണമായി മാറുന്നതിൻ്റെ തുടക്കമായി മാറും. ഒപ്പം നരേന്ദ്രമോദിജിയും SGയും സുരേഷ് ഗോപിയും ചേർന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷൻ, ഒരു പുതിയ സാമൂഹ്യ സമരസത, അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട്. കോട്ടയം മണ്ഡലത്തിലെ മിന്നുന്ന വിജയത്തിന് ശേഷം നിയുക്ത MP ഫ്രാൻസിസ് ജോർജും ഇടുക്കി MP ഡീൻ കുര്യാക്കോസും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. മുതിർന്ന നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ നിയുക്ത MP ഫ്രാൻസിസ് ജോർജ് പുതുപ്പള്ളി പള്ളിയിലെത്തി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ഉമ്മൻചാണ്ടിയുടെ അദൃശ്യമായ അനുഗ്രഹം തനിക്കുണ്ടായിരുന്നതായി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം, ആ ഒരു അനുഗ്രഹാശിസുകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, UDF-നോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ വിജയത്തിന് വളരെ സഹായകരമായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാണിച്ചു തന്ന വഴിയിലൂടെ വെച്ചാൽ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നല്ല പ്രവർത്തനം, ജീവകാരുണ്യപരമായ ജനോപകാരപ്രദമായിട്ടുള്ള അതേസമയം നാടിൻ്റെ വികസനത്തിന് ഉപകരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞാൻ നിശ്ചയിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മറ്റ് നേതാക്കൾ എന്നിവരും ഫ്രാൻസിസ് ജോർജിന് ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പുതുപ്പള്ളിയിൽ എത്തിയത്. വാദ്യമേളങ്ങളോടെയാണ് ഡീൻ കുര്യാക്കോസിനെ പ്രവർത്തകർ വരവേറ്റത്. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. KC ജോസഫ്, PC വിഷ്ണുനാഥ് MLA, ചാണ്ടിയുമ്മൻ MLA തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ബൈക്ക് യാത്രികനായ 18 വയസ്സുകാരൻ മരിച്ചു. വാളകം സ്വദേശി ജിബിനാണ് മരിച്ചത്. ബൈക്കിന്റെ അമിതവേഗമാണ് അപകടത്തിന് ഇടയാക്കിയത്. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ കാഞ്ഞിരംകവലയ്ക്ക് സമീപം അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. വാളകം സ്വദേശി ജിബിനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. കുറച്ചു നാളുകളായി മേലുകാവ് ടൗണിന് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പാക്കപ്പള്ളി വളവിലാണ് അപകടമുണ്ടായത്. ബൈക്കിന്റെ അമിത വേഗമാണ് യുവാവിന്റെ ജീവൻ കവർന്നത്. ഇറക്കവും വളവും ഉള്ള റോഡിൽ പിക്കപ്പ് ജീപ്പിനെ ഓവർടേക്ക് ചെയ്തെത്തിയ ബൈക്ക് നേരെ ബസിന് മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ജീപ്പിനെ മറികടന്ന ശേഷം ബൈക്ക് വെട്ടിച്ചു മാറ്റാനുള്ള സമയം ലഭിക്കുന്നതിന് മുമ്പ് ബസിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ചെറിയൊരു വളവിലാണ് ബൈക്ക് ജീപ്പിനെ മറികടന്നത്. ബസിൽ നിന്നുള്ള അപകട ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പരിസ്ഥിതിയെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ ജീവവായുവും വില നൽകി വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്.
പൊൻകുന്നം 20-ാം മൈലിൽ വഴിയോര സൗന്ദര്യവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 20-ാം മൈലിൽ റോഡരിക് സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. മാലിന്യം വലിച്ചെറിഞ്ഞും കാട് പടർന്ന് പന്തലിച്ചും കാൽനടയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു 20-ാം മൈൽ വഴിയുള്ള യാത്ര. വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ റോഡരികിലെ കാടെല്ലാം വെട്ടിത്തെളിച്ചു. തുടർന്ന് റോഡരികിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സൗന്ദര്യവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കാത്തതിനാൽ പ്രകൃതിയുടെ വരദാനമായ കുടിവെള്ളം ഇപ്പോൾ കുപ്പിവെള്ളമായി വാങ്ങേണ്ട സ്ഥിതിയാണ് നമുക്കുള്ളതെന്നും താമസിയാതെ ജീവവായുവും വില നൽകി വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ കുടിവെള്ളം സൗജന്യമായി പ്രകൃതി നൽകിയിരുന്ന, പ്രകൃതിയുടെ വരദാനമായിരുന്ന കുടിവെള്ളം പിന്നീട് കുപ്പിയിൽ വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വന്നൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. കാടുകളിലെ വായുവും വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായില്ല എന്നൊക്കെ പറയാൻ ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും പ്രകൃതി സംരക്ഷണം നമുക്ക് വേണ്ടി മാത്രമല്ല, വരും കാലത്തിന് വേണ്ടി കൂടിയുള്ള നമ്മുടെ ഒരു കരുതലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റോഡരികിൽ പന്തലിട്ട് ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് സൗന്ദര്യവൽക്കരണ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിയ ശ്രീകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ഫെഡറൽ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ലോക പരിസ്ഥിതി ദിനത്തിൽ കോട്ടയം ജില്ലാ പോലീസ് സേനയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ വൃക്ഷത്തൈ നടീൽ. പോലീസ് പരേഡ് ഗ്രൗണ്ടിന്റെ വശങ്ങളിൽ അതാത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളിലാണ് വൃക്ഷത്തൈകൾ നട്ടത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന വൃക്ഷത്തൈ നടലിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് IPS വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വൃക്ഷത്തൈ നടൽ ഇത്തവണ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ജില്ലാ പോലീസ് നടത്തിയത്. ജില്ലയിലെ എല്ലാ DYSPമാരെയും SHOമാരെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങളുടെ 74 തൈകളാണ് പരേഡ് ഗ്രൗണ്ടിന്റെ വശങ്ങളിലായി നട്ടുപിടിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ അതാത് ഓഫീസർമാർ വൃക്ഷത്തൈകൾ നടുകയായിരുന്നു. ഇതിനാൽ ഓരോ വ്യക്തികളും അവരവരുടെ പേരുകൾ ആലേഖനം ചെയ്ത വൃക്ഷത്തൈകളാണ് നട്ടത്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ഇത് താനാണ് നട്ടതെന്ന അഭിമാനത്തോടുകൂടി വൃക്ഷത്തൈകൾ സംരക്ഷിക്കുന്നതും അവ നശിച്ചു പോകാതെ പരിപാലിക്കുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രചോദനമാവുകയും ഇങ്ങനെ പ്രകൃതി സ്നേഹം വളർത്തിയെടുക്കുന്നതിനും ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ജില്ലാ പോലീസ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചതെന്നും SP പറഞ്ഞു. ചടങ്ങിൽ അഡീഷണൽ SP V സുഗതൻ, ജില്ലയിലെ മറ്റ് DYSPമാർ, SHOമാർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിസ്ഥിതി ദിനത്തിൽ പ്രഹസനമാകുന്ന വൃക്ഷത്തൈ നടീലിനെതിരെ കോട്ടയത്ത് വേറിട്ട ഒറ്റയാൾ സമരം. തലയിലേന്തിയ ഗ്രോ ബാഗിൽ വൃക്ഷത്തൈ നട്ടായിരുന്നു സമരം. പരിസ്ഥിതി ദിനത്തിൽ പ്രഹസനമായി മാറുന്ന വൃക്ഷത്തൈ നടീലിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. ദേശീയ പരിസ്ഥിതി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കുമരകം ജ്യോതിഷ് കൃഷ്ണയാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. കോട്ടയം കളക്ടറേറ്റ് പടിക്കലായിരുന്നു വ്യത്യസ്ത സമരം. തലയിലേന്തിയ ഗ്രോ ബാഗിൽ വൃക്ഷത്തൈ നട്ടായിരുന്നു പ്രതിഷേധം. കോടികൾ നഷ്ടപ്പെടുത്തുന്ന ഈ ചെടിനടിയിൽ പ്രഹസനം അവസാനിപ്പിക്കണമെന്ന് ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു. സർക്കാർ ഓഫീസുകളിൽ പോലും പരിസ്ഥിതി ദിനത്തിൽ വയ്ക്കുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നില്ല. പരിസ്ഥിതി കോൺഗ്രസ് രക്ഷാധികാരി VK അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. നടുന്ന വൃക്ഷത്തൈകൾ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരണം, വനവൽക്കരണം വേഗത്തിലാക്കണമെന്നും വനങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു. വെറും പ്രഹസനം മാത്രം. കളക്ടറേറ്റിൽ കളക്ടർ നടും, SP ഓഫീസിൻ്റെ വാതിൽക്കൽ SP നടും. വർഷങ്ങളായി വന്ന SP നട്ട മരങ്ങളുണ്ടെങ്കിൽ SP ഓഫീസും കളക്ടറേറ്റും വനമായി മാറിയേനെ. വനങ്ങൾ വനവൽക്കരിക്കേണ്ട സമയം കഴിഞ്ഞു. വനങ്ങളിൽ തേക്കല്ലാതെ യാതൊരുവിധ വൃക്ഷങ്ങളുമില്ല. തേക്ക് വെട്ടുക, വെക്കുക, വെട്ടുക, വിൽക്കുക. വനത്തിൽ ആഹാരമില്ലാതെ വന്യമൃഗങ്ങൾ വെളിയിലിറങ്ങി തുടങ്ങി. വനത്തെ വിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ പൊൻകുന്നത്ത് പ്രകടനം നടത്തി. ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിന് നേതാക്കൾ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ വിജയത്തിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലും പ്രവർത്തകർ ആഹ്ലാദിച്ചു. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് പ്രകടനം നടത്തി. മുദ്രാവാക്യം വിളികളോടെ ടൗൺ ചുറ്റിയായിരുന്നു പ്രകടനം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന
ഹരിതം സഹകരണം പദ്ധതിയുടെ ചങ്ങനാശ്ശേരി താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. വാഴൂർ സെന്റ് ജോർജ് UP സ്കൂളിൽ ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബെജു കെ ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റജി അധ്യക്ഷനായി. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രാജൻ ചെറുകാപ്പള്ളിൽ, TD വിജയകുമാർ, ഗീതമ്മ TP, ജോൺ തോമസ്, ജിബു ജോർജ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേരി മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പാല മുനിസിപ്പൽ പാർക്ക് ശുചീകരിച്ചു. തുടർന്ന് വൃക്ഷത്തൈകളും നട്ടു. ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാല മുനിസിപ്പൽ പാർക്ക് ക്ലീൻ ചെയ്യുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് അധ്യക്ഷനായി. ബഹുമാനപ്പെട്ട സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി, പാലാ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ ബൈജു കൊല്ലംപറമ്പിൽ, ലിസിക്കുട്ടി മാത്യു, സാവിയോ കാവുകാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കുന്നുംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HSD ഹിന്ദി താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 7-ാം തീയതി പകൽ 11-ന് അഭിമുഖത്തിന് ഹാജരാകണം. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ 2024-25 26 പരിശീലന വർഷം പ്രവേശനത്തിന് 6-ാം തീയതി പകൽ 11 മുതൽ iti@admission.kerala.gov.in എന്ന പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം 10 മുതൽ ആരംഭിക്കുന്ന വെരിഫിക്കേഷന് തൊട്ടടുത്തുള്ള ITIയിൽ അപേക്ഷയുടെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി എത്തിയാലേ ഓൺലൈൻ അപേക്ഷ പൂർത്തിയാകൂ. വിവരങ്ങൾക്ക് ഫോൺ 0481-255-1062. കൃഷിഭവനിൽ പ്ലാവ്, കുടംപുളി എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകൾ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ കരമടച്ച രസീതും ഒരു തൈക്ക് 20 രൂപയും കൊണ്ടുവന്ന് തൈകൾ വാങ്ങാവുന്നതാണ്. പച്ചക്കറി തൈകളും കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ മാനസിക വികാരമാണ് വോട്ടായി പരിണമിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. CPMന് കുറഞ്ഞ വോട്ടുകൾ എവിടെ പോയെന്ന് ഉത്തരം പറയണമെന്നും തിരുവഞ്ചൂർ. ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. നാടെങ്ങും വൃക്ഷത്തൈ നടീൽ. വ്യത്യസ്ത രീതിയിൽ വൃക്ഷത്തൈ നട്ട് ജില്ലാ പോലീസ്. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ ബൈക്ക് ബസ്സിലിടിച്ച് അപകടം. 18-കാരൻ മരിച്ചു. അപകട കാരണം ബൈക്കിന്റെ അമിത വേഗം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.